ദില്ലി എയിംസിലേക്ക് സീതാറാം യെച്ചൂരിയുമായിട്ടുള്ള വിലാപയാത്ര, അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുടരുകയാണ്. നിരവധി പ്രവർത്തകർ അവിടെ കോമ്രേഡ് സീതാറാം യെച്ചൂരി അമർ രഹേ എന്നുള്ള വലിയ ബാനർ മുന്നിൽ കെട്ടി CPM-ൻ്റെ കൊടിയുമായി ചുവന്ന വസ്ത്രങ്ങളണിഞ്ഞ് അനുഗമിക്കുന്നു സീതാറാം യെച്ചൂരിയെ. പ്രിയപ്പെട്ട നേതാവിന്, പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പ്രവർത്തകർ. ഒപ്പം കേന്ദ്ര കമ്മിറ്റിയിലെയും പോളിറ്റ് ബ്യൂറോയിലെയും ഒക്കെ പ്രവർത്തകർ അദ്ദേഹത്തിന് ആദരം നൽകുന്നു, അന്ത്യാഭിവാദ്യങ്ങൾ നൽകുന്നു. എല്ലാവരും ഒപ്പം നടക്കുകയാണ്. ഈ ദൂരം അത്രയും പ്രിയ സഖാവിനൊപ്പം സീതാറാം യെച്ചൂരിയുടെ അവസാന യാത്രയിൽ പങ്കുചേരുന്നു ഏവരും. PR കാർത്തിക്, ഒരുപാട് പ്രവർത്തകരെ നമ്മൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നീണ്ട നിര. CPM-ൻ്റെ ജനറൽ സെക്രട്ടറിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് ആ വിലാപയാത്ര ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സമയം 4 മണിയായി. 3 മണിക്ക് തന്നെ ഏതാണ്ട് AKG ഭവനിൽ നിന്ന് ആരംഭിച്ചിരുന്നു. 1 മണിക്കൂർ പിന്നിടുകയാണ്. 4:45 അവിടെ എത്തുമെന്നല്ലേ കരുതേണ്ടത്? എൽദോ, പ്രതീക്ഷിച്ചതിലും വൈകുകയാണ് കാര്യങ്ങൾ. വിലാപയാത്രയിൽ വലിയ തോതിലുള്ള പ്രവർത്തകരുടെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ വിലാപയാത്ര വളരെ മെല്ലെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമെടുക്കുന്നു. ഏതാണ്ട് അരമണിക്കൂറോളം ഇനിയും എടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രവർത്തകരുടെ വലിയ തോതിലുള്ള സാന്നിധ്യം, വിദ്യാർത്ഥികളടക്കം സീതാറാം യെച്ചൂരിയുടെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുമായി ആംബുലൻസിന് പിറകെ നടന്ന് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചുവന്ന ഷർട്ടിട്ട് സീതാറാം യെച്ചൂരിയുടെ കുറിച്ച് മുദ്രാവാക്യങ്ങൾ വിളിച്ച് സീതാറാം യെച്ചൂരിക്ക് അഭിവാദ്യം അർപ്പിച്ച് അദ്ദേഹത്തെ അവസാനമായി യാത്രയാക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ ആംബുലൻസിന് പിന്നിൽ ഏതാണ്ട് 100 കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ ഇരു വരികളിലായി ആംബുലൻസിനൊപ്പം നടന്നു നീങ്ങുന്നത്. അതിൽ എല്ലാ പ്രായഭേദമന്യേ എല്ലാ ഇടങ്ങളിലുമുള്ള എല്ലാ തരത്തിലുമുള്ള ആളുകളുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അല്പസമയത്തിനകം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ എയിംസ് ലക്ഷ്യമാക്കി നീങ്ങും. അശോക റോഡിൻ്റെ സമാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കം ഉള്ള പ്രമുഖർ ഈ ആംബുലൻസിനെ അനുഗമിച്ച് നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രിയ സഖാവിന് അവസാനമായി ഒരു നോക്കു കാണാനും അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും രാവിലെ മുതൽ തന്നെ പ്രവർത്തകരുടെ വലിയ തോതിലുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സീനിയർ നേതാക്കളുടെ അടക്കം സാന്നിധ്യം ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും ഈ വിലാപയാത്ര പ്രവർത്തകരുടെ തിരക്ക് കാരണം ആംബുലൻസ് പല ഘട്ടങ്ങളിലും നിർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തന്നെയാണ് ഈ വിലാപയാത്രയിൽ മുന്നിലായി നീങ്ങുന്നത്. അതിന് പിന്നിലായി CPM-ൻ്റെ ജനപ്രതിനിധികൾ, സംസ്ഥാനത്ത് നിന്നടക്കം വിവിധ പാർട്ടികളിലെ നേതാക്കൾ അവിടെ എത്തി രാവിലെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അവരും ഈ വിലാപയാത്രയുടെ ഭാഗമാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. രാവിലെ AKG ഭവനിൽ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി സോണിയാഗാന്ധി, ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു. അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തി. അവരെല്ലാം പറഞ്ഞത് പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ സീതാറാം യെച്ചൂരി നൽകിയ സംഭാവനകൾ, അതോടൊപ്പം തന്നെ സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് സീതാറാം യെച്ചൂരി എത്രത്തോളം വ്യത്യസ്തനായി, എന്തുകൊണ്ട് വ്യത്യസ്തനായി എന്നടക്കമുള്ള കാര്യങ്ങളിലായിരുന്നു അവർക്ക് നിറയെ വാക്കുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം, പ്ലക്കാർഡുകൾ പിടിച്ച് നടന്നു നീങ്ങുന്നതിൽ പ്രവർത്തകരുടെ എണ്ണം ഈ വിലാപയാത്ര മുന്നോട്ട് നീങ്ങുമ്പോഴും കൂടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം സാന്നിധ്യം, പ്രവർത്തകരുടെയും നേതാക്കളുടെയും സാന്നിധ്യം ഈ വിലാപയാത്രയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നലെ JNU-ലും സമാനമായിരുന്നു സാഹചര്യം. കനത്ത മഴയെ അവഗണിച്ചും സീതാറാം യെച്ചൂരിക്ക് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വിദ്യാർത്ഥികളുടെ വലിയൊരു ഒഴുക്ക് തന്നെയായിരുന്നു. ഖണ്ഡമിടറുവോളം സീതാറാം യെച്ചൂരിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്ന വിദ്യാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം JNU-വിൽ കണ്ടത്. അതിനുശേഷം വൈകിട്ട് വസന്ത് കുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലും മൃതദേഹം എത്തിച്ചു. അവിടെയാണ് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ അടക്കം ഉള്ള നേതാക്കൾ അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചത്. ഏതായാലും പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്കു കാണാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്
ഈ നേതാക്കളും പ്രവർത്തകരും അടക്കമുള്ളവർ എത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഹരിയാന, UP, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ അടക്കം ദില്ലിയിലേക്ക് ഇന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ രാവിലെ മുതൽ തന്നെ AKG ഭവനിൽ കാത്തു നിൽക്കുകയായിരുന്നു. 10:15 കൂടിയാണ് മൃതദേഹം അവിടെ എത്തിച്ചത്. തുടർന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ചേർന്ന് സ്വീകരിച്ച് ചെങ്കൊടി പുതപ്പിച്ച ശേഷം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അഭിവാദ്യം അർപ്പിച്ച ശേഷമായിരുന്നു പൊതുദർശനത്തിന് അവസരം. ഇത്തരത്തിൽ ഓരോ വ്യക്തിയും, സാധാരണ കർഷകർ മുതൽ സീനിയർ നേതാക്കൾ വരെ അവിടെ എത്തുന്ന ഒരു കാഴ്ച. പലരും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാട്ടുപാടി അടക്കം അദ്ദേഹത്തോടുള്ള വികാരവായ്പ, സ്നേഹവായ്പകൾ പ്രകടമാക്കുന്ന ഒരു കാഴ്ച AKG ഭവനിന് മുന്നിൽ നമുക്ക് കാണാമായിരുന്നു. ഏതായാലും വിലാപയാത്ര മുന്നോട്ട് നീങ്ങുന്നു. വളരെ മെല്ലെയാണ് ഈ വിലാപയാത്ര മുന്നോട്ട് നീങ്ങുന്നത്. ഇനിയും ഒരു 20 മിനിറ്റോളമെങ്കിലും ഈ വിലാപയാത്ര മുന്നോട്ട് തന്നെ നീങ്ങും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാവും ആംബുലൻസ് എയിംസ് ലക്ഷ്യമാക്കി പോവുക. അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എയിംസ് ആശുപത്രിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും ഗവേഷണത്തിനുമായി വിട്ടുകൊടുക്കും. ഓഗസ്റ്റ് 19-നാണ് ഇത്തരത്തിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് സീതാറാം യെച്ചൂരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പല ഘട്ടങ്ങളിലും മരുന്നുകളോടക്കം അദ്ദേഹം പ്രതികരിച്ചു, വലിയ പ്രതീക്ഷകൾ നൽകി. പക്ഷേ ഏറ്റവും ഒടുവിൽ കടുത്ത ന്യൂമോണിയ ബാധിച്ച് അദ്ദേഹം അവശനാവുകയായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം എയിംസിൽ സംഭവിച്ചത്. തുടർന്ന് ഇത്തരത്തിൽ വിലാപയാത്ര അടക്കമുള്ള ക്രമീകരണങ്ങൾ വരെ കാര്യങ്ങൾ തീരുമാനിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം JNUവിലടക്കം പൊതുദർശനത്തിന് മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം ജനറൽ സീതാറാം യെച്ചൂരിയുടെ ഡൽഹിയിലെ വസതിയിൽ ഇന്ന് പാർട്ടിയുടെ ആസ്ഥാനമായ AKG ഭവനിൽ ഏറ്റവും ഒടുവിൽ AKG ഭവനിലെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും ഹൃദയത്തിൽ അടുപ്പമുള്ള വൈകാരിക ബന്ധമുള്ള അശോക 14 റോഡിലേക്ക് വിലാപയാത്രയായി ഈ മൃതദേഹം കൊണ്ടുവരുന്നതും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അദ്ദേഹത്തിന് അന്ത്യയാത്രയിൽ അദ്ദേഹത്തോടൊപ്പം കാൽനടയായി നടന്ന് നീങ്ങുന്നതും. ഏതായാലും ആംബുലൻസ് ഇപ്പോഴും മുന്നോട്ട് നീങ്ങുന്നു, പ്രവർത്തകർ ഒപ്പം നീങ്ങുന്നു. നേതാക്കൾ തന്നെയാണ് ഇതിനെല്ലാം മുൻകൈയെടുത്ത് ഈ വിലാപയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഒരു മുദ്രാവാക്യങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാവരുടെയും മുഖങ്ങളിൽ, സീനിയർ നേതാക്കളുടെയൊക്കെ മുഖങ്ങളിൽ ഒരു വികാരം തളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കാരണം എത്രത്തോളം വലിയ നഷ്ടമാണ് അവർക്കുണ്ടായത് എന്ന് അവർക്ക് അറിയാം. കാരണം ഇത്രയേറെ പരിചയസമ്പത്തുള്ള, ഇത്രയേറെ അനുഭവ പാഠമുള്ള, ഇത്രയേറെ അക്കാദമിക് നേട്ടങ്ങളുള്ള ഒരു വ്യക്തി അവരെ നയിക്കാൻ ഇനി ഉണ്ടാകില്ല. കാരണം വളരെ ചെറുപ്രായത്തിൽ തന്നെ പാർട്ടി കണ്ടെത്തിയ നേതാവ് 84-ൽ CPM-ൻ്റെ സെൻട്രൽ കമ്മിറ്റിയുടെ ക്ഷണിതാവായി വരുന്നു. 89-ൽ CPM സെൻട്രൽ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ പാർട്ടിയുടെ അമരത്തേക്ക് എത്തുന്ന സീതാറാം യെച്ചൂരിയെയാണ് കണ്ടത്. വലിയ സൗഹൃദ ബന്ധം സൂക്ഷിച്ച നേതാവ്. താരതമ്യേന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കാണിക്കുന്ന ഇത്തരത്തിൽ, അല്ലെങ്കിൽ പലരിലും കാണുന്ന ഒരു കാർക്കശ്യമൊന്നും സീതാറാം യെച്ചൂരിയിൽ കണ്ടിരുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. ചിരിക്കുന്ന മുഖം, പല ചോദ്യങ്ങളോടും അദ്ദേഹം അസഹിഷ്ണുത കാണിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. വിമർശനാത്മകമായ ചോദ്യങ്ങൾക്ക് പോലും വളരെ ശ്രദ്ധയോടെ കേട്ട് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന യെച്ചൂരിയെ മാത്രമാണ് മാധ്യമപ്രവർത്തകരടക്കം ഓർക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സാധാരണ അത്തരത്തിൽ ആക്സസിബിളായ നേതാക്കൾ CPM-ൽ കുറവാണ്. പല മാധ്യമപ്രവർത്തകരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സീതാറാം യെച്ചൂരി എത്രത്തോളം മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പല സന്ദർഭങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയം, ഏത് സമയത്തും ഒരു ഫോൺ കോളിനപ്പുറം സീതാറാം യെച്ചൂരിയെ സംശയങ്ങൾക്കോ അക്കാദമിക് സംശയങ്ങൾക്കടക്കം അദ്ദേഹത്തെ ബന്ധപ്പെടാം എന്നതാണ്. അദ്ദേഹത്തിന് അറിയുന്ന രീതിയിൽ അദ്ദേഹം കൃത്യമായ വീക്ഷണം അതിനെക്കുറിച്ച് നൽകുകയും ചെയ്യും. അത്തരത്തിൽ ആക്സസിബിളായ ഒരു ലീഡർ കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി. അങ്ങനെ ഒരു നേതാവ് ഇനി CPM-ൽ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ ഈ അശോക റോഡിൽ ഈ ആംബുലൻസ് കടന്നു പോകുന്നതിന് ഇരുവശവും പല സ്ഥലങ്ങളിലും പ്രവർത്തകരും സാധാരണക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ച കാണാം. അതോടൊപ്പം തന്നെ പ്രിയ സഖാവിന് റെഡ് സല്യൂട്ട് എന്ന മുദ്രാവാക്യം ഉയർക്കെ വിളിക്കുന്ന കാഴ്ചകൾ കാണാം. ഏതായാലും വിലാപയാത്ര അല്പസമയത്തിനകം അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എൽദോ. അങ്ങനെ സീതാറാം യെച്ചൂരി, പ്രവർത്തകരുടെ പ്രിയ നേതാവ്, നേതാക്കളുടെ പ്രിയ സഹപ്രവർത്തകൻ, സാധാരണക്കാരുടെ പ്രിയ സഖാവ്, അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങുകയാണ്. അവസാന നിമിഷങ്ങളിലേക്ക് എത്തുകയാണ് പ്രിയ സഖാവിൻ്റെ യാത്ര. ആ യാത്ര ഇങ്ങനെ എയിംസ് ആശുപത്രിയിലെത്തുമ്പോൾ ഒരു പക്ഷേ
ഒരു അധ്യായത്തിൻ്റെ അവസാനമാവുകയാണ് എന്നുള്ളതാണ്. നേരത്തെ കാർത്തിക് സൂചിപ്പിച്ച പോലെ ഇത്ര വലിയൊരു അക്കാഡമീഷ്യൻ, ഇത്ര വലിയൊരു വാഗ്മി, ഇത്ര വലിയൊരു ഹൃദയസമ്പന്നനായിട്ടുള്ള സരസനായിട്ടുള്ള ഒരു CPM ജനറൽ സെക്രട്ടറി ഈ പാർട്ടിക്ക് ഇതിനു മുമ്പോ ഇനിയുണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം മാധ്യമങ്ങൾക്ക് പോലും വളരെ പ്രിയപ്പെട്ട നിന്ന ഒരാൾ, ഏത് ചോദ്യങ്ങൾക്ക് മുന്നിലും പതറാതെ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ഒരു ചിരിയോടുകൂടി മറുപടി തന്നിരുന്ന സീതാറാം യെച്ചൂരിയെ ഓർത്തെടുക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് നിരവധി. വിലാപയാത്ര തുടരുകയാണ്. അഭിവാദ്യങ്ങൾ നൽകി CPMൻ്റെ മുതിർന്ന നേതാക്കൾ ഒപ്പമുണ്ട്, അനുഗമിക്കുന്നുണ്ട് സീതാറാം യെച്ചൂരിയെ. പ്രവർത്തകർ കൊടിയും ബാനറുമായി അനുഗമിക്കുന്നു. ആംബുലൻസ് ഇപ്പോൾ എയിംസ് ആശുപത്രി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. തിരികെ എത്താം, ഒരിടവേള കൂടി.